നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തന്ത്രി കണ്ഠര് രാജീവരൊഴികെ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ വീടുകളും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉൾപ്പെടെ 21 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ തുടങ്ങിയ റെയ്ഡ് രാത്രി വൈകിയും തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന നടന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും B. മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയം പരിശോധന നടന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബല്ലാരിയിലെ വീട്ടിലും റൊദ്ദം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടത്തി. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരേറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ജീവനക്കാർ എത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളിലും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നുമാണ് ED അറിയിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. അതേസമയം സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ SITയുടെ പരിശോധന തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് SIT വിലയിരുത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയുക. ദ്വാരകപാല കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹർജി സമർപ്പിച്ചത്. ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. പക്ഷേ ശക്തമായ ജാമ്യവ്യവസ്ഥകൾ പ്രതിക്കുമേൽ ചുമത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കട്ടളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ദ്വാരകപാല കേസിൽ ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും അടക്കമുള്ള കാര്യങ്ങളിലും വീണ്ടും SIT അന്വേഷണം തുടങ്ങി. കൊടിമരം മാറ്റി സ്ഥാപിച്ചടക്കമുള്ള കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. സന്നിധാനത്ത് 2 ദിവസം തങ്ങി വിശദമായ വിവരം ശേഖരിക്കാനാണ് SITയുടെ തീരുമാനം. SIT തലവൻ SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ശബരിമലയിലെത്തി വീണ്ടും അന്വേഷണം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ ഇന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ ശബരിമല കേസിൽ ആദ്യം ജാമ്യം ലഭിക്കുന്നയാളായി മാറും ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 കൊല്ലം. കൊല്ലം പത്തനാപുരം പിടവൂരിൽ ക്ഷേത്രത്തിൽ നായയുമായി എത്തിയ ഗുണ്ടാ നേതാവിന്റെ ആക്രമണം. പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരനെ ആക്രമിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സജീവാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തിങ്കളാഴ്ച രാത്രി 12 മണിക്കാണ് പത്തനാപുരം പടിവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്തായജ്ഞത്തിന്റെ അന്നദാന കേന്ദ്രത്തിൽ നായയുമായി എത്തി സജീവ് അതിക്രമം കാട്ടിയത്. സ്ഥലത്തെത്തിയ പോലീസ് സജീവിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. പോലീസ് മടങ്ങിപ്പോയതിന് പിന്നാലെ സജീവ് വണ്ടിയുമായി വീണ്ടും എത്തി സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദന്റെ 2 വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് പോലീസ് വീണ്ടും എത്തി ഇയാളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. സജീവ് സ്വന്തം വാഹനം ഉപയോഗിച്ച് പോലീസ് ജീപ്പ് ഇടിച്ചു നശിപ്പിച്ചു. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റു. തുടർന്ന് ഇയാൾ രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പറിൽ അനധികൃതമായി മണ്ണ് കടത്തിയതിന് പിടികൂടാനെത്തിയ പോലീസ് ജീപ്പിന്റെ മുകളിലേക്ക് മണ്ണ് തട്ടിയിട്ട് രക്ഷപ്പെട്ട കേസിൽ ഇയാൾ പ്രതിയാണ്. പരിക്കേറ്റ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് മോഹൻ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. 24 കൊല്ലം.
തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണം. ചികിത്സയിൽ കഴിയവേ ഇന്നലെ മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. രജിത്തിന്റെ ഭാര്യ അംബികയ്ക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ ഗുരുതര അനാസ്ഥയെന്നാണ് ആരോപണം. ജനുവരി 4-നാണ് ക്രൂരമായ സംഭവം നടക്കുന്നത്. കുന്നുമ്മൽ സ്വദേശി രജിത്തും ഭാര്യ അംബികയും ബൈക്കിൽ യാത്ര ചെയ്യവേ അമിത വേഗതയിൽ അലക്ഷ്യമായി വന്ന മഹീന്ദ്ര താർ ജീപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിന് ശേഷവും രക്ഷപ്പെടാൻ വാഹനം പിന്നോട്ടെടുത്തപ്പോൾ അംബികയുടെ ദേഹത്ത് കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട വാഹനം പിന്നീട് തടഞ്ഞു നിർത്തി നാട്ടുകാർ പിടികൂടി. വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരാളെ മാത്രം. ചികിത്സയിലായിരുന്ന അംബിക ജനുവരി 7-നും രജിത്ത് ഇന്നലെ രാത്രിയും മരിച്ചു. ഇതോടെയാണ് ബന്ധുക്കൾ മൃതദേഹവുമായി കിളിമാനൂർ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാരെ കയ്യൂക്കുകൊണ്ട് നേരിടാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത്. അപകട സമയത്ത് വാഹനത്തിൽ നിന്നും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഐഡന്റിറ്റി കാർഡ് ലഭിച്ചിരുന്നു. ഉന്നതരെ സംരക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ശ്രമിക്കുന്നുവെന്ന ബന്ധുക്കൾ. ഒരു താറ് ജീപ്പ് വന്ന് അവർ ഇടിച്ച് തെറിച്ച് വീഴുമ്പോൾ എന്റെ പെങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. തിരിച്ച് റിവേഴ്സ് എടുത്ത് എന്റെ പെങ്ങളെ സൈഡിൽ കിടന്ന് എന്റെ പെങ്ങളെ നെഞ്ചത്ത് കൂടെ കയറ്റി ഇറക്കിയാണ് അവന്മാർ വണ്ടി എടുത്തോണ്ട് പോയി. എന്നിട്ട് അവന്മാർ ആ ബൈക്കും കൊണ്ട് എത്ര കിലോമീറ്റർ പോയെന്നറിയാമോ? നാട്ടുകാർ പിടിച്ചവർ പറഞ്ഞു 3 പേരുണ്ടെന്ന് പറഞ്ഞ്. ഇവിടുത്തെ പോലീസ് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നാലെ ബന്ധുക്കളുമായി വർക്കല ഡിവൈഎസ്പി നേരിട്ടെത്തി ചർച്ച നടത്തി. കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുമുള്ള ഡിവൈഎസ്പിയുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. വാഹനത്തിൽ നേരത്തെ പറഞ്ഞവർ 2 പേരെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമുക്ക് വെരിഫൈ ചെയ്യാം. ബാക്കി CCTV വിഷ്വൽസ് കംപ്ലീറ്റ് എടുക്കാൻ പറയാം. പോലീസ് കസ്റ്റഡിയിലെടുത്ത അപകടമുണ്ടാക്കിയ വാഹനം ഇന്നലെ രാത്രി കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് തെളിവ് നശിപ്പിക്കാനാണെന്ന വിമർശനം ഉയർന്നതോടെ അലക്ഷ്യമായി റോഡരികിൽ സൂക്ഷിച്ചിരുന്ന വാഹനം പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി സൂക്ഷിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴ ഹരിപ്പാട് ക്ഷേത്രത്തിൽ കാണിക്കെണ്ണുന്നതിനിടെ മോഷണശ്രമം. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ പിടിയിലായി. ദേവസ്വം വാച്ചറായ ഹരിപ്പാട് കുമാരപുരം സ്വദേശി രാകേഷ് കൃഷ്ണനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കഴിഞ്ഞ ദിവസമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്ന നടപടികൾ തുടങ്ങിയത്. ഈ കാണിക്ക എണ്ണുന്ന മുറിയിൽ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് പണം എത്തിച്ച ശേഷം എത്തിക്കുന്നതിനിടെയാണ് ഈ പണം ഈ നിലവിൽ വാച്ചറായിരുന്ന ഹരിപ്പാട് കുമാരപുരം സ്വദേശി രാകേഷ് പല തവണയായി മോഷ്ടിച്ചത്. അത് സ്ട്രോങ് റൂമിൽ വീണ്ടും എണ്ണാനായി എടുത്തപ്പോഴാണ് ഈ കാണിക്കൽ പണത്തിൽ നിന്ന് ഇത്ര രൂപ കുറവുള്ളതായി കാണുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും കാണിക്ക എണ്ണുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തതിലൂടെയാണ് രാകേഷ് പിടിയിലായത്. ഏകദേശം 32,000 രൂപയിലധികം രൂപ ഇങ്ങനെ രാകേഷ് കൈക്കലാക്കി എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ഥലത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന ദേവസ്വം ജീവനക്കാരൻ രാകേഷ് കൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കീക്കുളൂർ സമരമുക്കിന് സമീപം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. കല്ലുംപുറത്ത് വീട്ടിൽ ഷിൻഡോയുടെ കാറാണ് അഗ്നിക്കിരയായത്. ആരോ മനഃപൂർവ്വം തീയിട്ടു എന്നാണ് സംശയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരാമർശിച്ച് നടത്തിയ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെ തള്ളി CPIM. വർഗീയത പറയുന്ന ഒരാളോടും പാർട്ടിക്ക് യോജിപ്പില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിനും സജി ചെറിയാന്റെ പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ട്. സജി ചെറിയാൻ മന്ത്രി പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. വിവാദ പരാമർശം തിരുത്താൻ മന്ത്രി സജി ചെറിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സജി ചെറിയാനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൗനം വെടിഞ്ഞത്. നല്ല ഭാഷയിൽ വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. വർഗീയ വിരുദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അതാ ഞാൻ പറഞ്ഞത്. അത്രയും പറഞ്ഞ ഞാൻ ഇനി അതിന്റെ അപ്പുറം പറയണ്ട. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIM യോജിപ്പില്ല. ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്ന പരാമർശമാണ് സജി ചെറിയാന്റേതെന്നാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം സജി ചെറിയാൻ പറഞ്ഞത് വളച്ചൊടിച്ചെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ന്യായീകരണം. സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്.
ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPI അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. പത്രങ്ങൾ വളച്ചൊടിച്ച് വന്നതാണ്. വിവാദ പരാമർശത്തിൽ വിമർശനം തുടരുകയാണ് പ്രതിപക്ഷം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണ ചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല. മോന്തായം വളഞ്ഞാൽ 64 വളയെന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇങ്ങനെ വർഗീയ വിഷമിക്കുന്ന പ്രസ്താവനകൾ ഇങ്ങനെ ഓരോന്നോരോ എന്ത് വില കൊടുത്തും 10 വോട്ട് കിട്ടണം. മുഖ്യമന്ത്രിക്ക് ആർജ്ജവമുണ്ടെങ്കിൽ ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം. വിവാദ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. 24 തിരുവനന്തപുരം. വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് സമസ്ത. പാണക്കാട് നടന്ന പൈതൃക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടമായെന്നും പ്രതികരണം. വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ശക്തികളുടെ ശബ്ദമായി മാറുന്ന സജി ചെറിയാൻ മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നും കേരളീയരെ അപമാനിച്ചിട്ടുള്ള തന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. മന്ത്രി വി അബ്ദുറഹിമാന് പിന്നാലെ CPIഎമ്മിനെ വെട്ടിലാക്കി അരൂർ MLA ദലീമ ജോജോയും ജമാഅത്തെ ഇസ്ലാമി വേദിയിൽ. ചാരിറ്റി സംഘടനയുടെ പരിപാടി ആയതുകൊണ്ടാണ് താൻ പങ്കെടുത്തത് എന്നാണ് MLAയുടെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമി വേദിയിൽ മന്ത്രി എത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കാൻ CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. ആലപ്പുഴയിൽ ഈ മാസം 11 നടന്ന പരിപാടിയിലാണ് CPIഎം MLA ദലീമ പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ചാരിറ്റി സംഘടനയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത് എന്നാണ് ദലീമയുടെ വിശദീകരണം. ചാരിറ്റിക്ക് വേണ്ടി ആര് വിളിച്ചാലും പോകും. ഞാൻ അവിടെ കനിവെന്ന് പറയുന്ന ചാരിറ്റി ചെയ്യുന്ന സംഘടന അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു ആംബുലൻസ് കിട്ടുന്നുണ്ട്, അതിന്റെ താക്കോലൊന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞു. ചാരിറ്റി ആരെന്ത് ചെയ്താലും അവിടെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചാരിറ്റി അല്ലേ. പാവപ്പെട്ടവന് വേണ്ടി എന്ത് ചെയ്യുന്നതിൽ അതിൽ എന്ത് ചിന്തിക്കാനാണ്? നന്മകൾ ചെയ്യുന്നത് നല്ലതായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അതേസമയം മന്ത്രി വി അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി പരിപാടി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIഎമ്മിന് യോജിപ്പില്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാനും തയ്യാറായില്ല. മലപ്പുറം താനൂർ പുത്തൻതെരുവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായാണ് മന്ത്രി പങ്കെടുത്തത്. 24 കൊച്ചി. സമുദായ നേതാക്കൾ രൂക്ഷ വിമർശനം തുടരുമ്പോഴും നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമുദായ നേതാക്കൾ വർഗീയത പറഞ്ഞാൽ എതിർക്കുമെന്നും അവരുടെ നിലപാട് UDFന് എതിരാണെന്ന് കരുതുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. VD സതീശൻ SNDP യോഗത്തെ തെരുവിൽ ആക്ഷേപിക്കുന്നു എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കുറ്റപ്പെടുത്തൽ. NSSഉം SNDPയും സംയുക്തമായി എതിർത്തിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് പോലും ആവശ്യമായ പിന്തുണ ലഭിക്കാതിരുന്നിട്ടും VD സതീശൻ വിമർശനം തുടർന്നു. പക്ഷേ പ്രകോപനമില്ല. എന്നെ വിമർശിക്കാം, എന്റെ നടപടികളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും. എല്ലാ സമുദായങ്ങളെയും ചേർത്തു നിർത്തുമെന്നും വർഗീയതയോട് കോൺഗ്രസ് യോജിക്കില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് നിലപാടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത നിലപാടാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ വിമർശനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നും തുടർന്നു. VD സതീശൻ SNDP യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തൽ. സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് സതീശന്റേത്. വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും ലീഗ് വിമർശനത്തിന് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. ന്യൂസ് ഡെസ്ക് 24.
15ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് വിവാദങ്ങളോടെ തുടക്കം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളിൽ ചിലത് ഒഴിവാക്കിയ ഗവർണറുടെ നടപടി വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. ഗവർണർ ഒഴിവാക്കിയ ഭാഗം സഭയിൽ വായിച്ച് മുഖ്യമന്ത്രിയുടെ അസാധാരണ നടപടി. അർദ്ധസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ലോക് ഭവന്റെ പ്രതികരണം. ഗവർണർ സർക്കാർ തർക്കമെന്ന് കേട്ടാൽ ജനം ഇപ്പോൾ ചിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന നയപ്രഖ്യാപനത്തോടെ ഗവർണർ സർക്കാർ പോര് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. സാധാരണ പോലെ കടന്നുപോയെന്ന് തോന്നിച്ച നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞായിരുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റ്. പ്രസംഗം പൂർത്തിയാക്കി മടങ്ങിയ ഗവർണറെ യാത്രയാക്കിയ ശേഷം മടങ്ങിവന്ന മുഖ്യമന്ത്രി പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയെന്നും ചില ഭാഗത്ത് കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നും സഭയെ അറിയിച്ചു. പ്രസംഗത്തിലെ 12, 15, 16 ഖണ്ഡികകളിലാണ് ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിലെ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും രേഖകളിലുണ്ടാകില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പിലെത്തുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹാസ്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. പിന്നാലെ അനാവശ്യ വിവാദമെന്നാരോപിച്ച് ലോക് ഭവൻ വാർത്താക്കുറിപ്പിറക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് അർദ്ധസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി വാർത്താക്കുറിപ്പിൽ ലോക് ഭവൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന. ഇന്നലെ കേസെടുത്തതിന് പിന്നാലെ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയെന്നാണ് സംശയം. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നടന്നതായി കരുതുന്നില്ല എന്ന് ബസ് ജീവനക്കാർ 24നോട് പറഞ്ഞു. പ്രതിയെ പിടികൂടി ശിക്ഷ നടപ്പാക്കിയാലേ ദീപകിന് നീതി ലഭിക്കുമെന്ന് കുടുംബം പ്രതികരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഈ പൈതൽ മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെല്ലാം ഇപ്പൊ കൊണ്ടുപോയത്. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായ അധിക്ഷേപ വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത മുസ്തഫയ്ക്കെതിരെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടുകാരുടെയും പ്രതിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ബസ് ജീവനക്കാരുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്നേ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും ബസ് ജീവനക്കാരൻ 24നോട് പറഞ്ഞു. ഇല്ല, അങ്ങനത്തെ നമുക്കൊരു പരാതിയോ കാര്യമോ ഒന്നും കിട്ടിയില്ല. നമുക്ക് അങ്ങ് പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പോലീസുകാരുണ്ട്. നമ്മൾ അന്നേരം ഓൺ ദ സ്പോട്ടിൽ ആടെ നമ്മൾ ആൾക്കാർ ഇറക്കി പഴയങ്ങാടിയൊക്കെ പിന്നെ പോകുന്നുണ്ട്. അവിടെ നമ്മൾ അടുത്ത ട്രാക്ക്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആടെ ആൾക്കാരെ ഇറക്കി നമ്മൾ ട്രാക്കിൽ വെക്കുകയാണ് ചെയ്തത്. പ്രതിയെ പിടികൂടിയാലേ തന്റെ മകന് നീതി കിട്ടുമെന്നാണ് ദീപകിന്റെ പിതാവ് ചോയി പറയുന്നത്. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനെ പുറത്ത് ബ്ലാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞവൾ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാലാക്കി. അല്ലാതെ അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടെ നിന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. ഇതിനിടെ അധിക്ഷേപ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന പ്രകോപന പ്രതികരണവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തൊടുപുഴ സ്വദേശിയുമായ അജയ് ഉണ്ണി രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി. 24 കോഴിക്കോട്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവന് 3160 രൂപ കൂടി 1,10,400 രൂപയായി. ഇന്ന് 3 തവണയാണ് സ്വർണ്ണവില കൂടിയത്. ഓഹരി വിപണികൾ ഇന്ന് തകർച്ച നേരിട്ടു. രാവിലെ ഒരു തവണ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നതാണ് പതിവ്. എന്നാൽ ഇന്ന് 5 മണിക്കൂറിനിടെ 3 തവണ മാറ്റമുണ്ടായി. രാവിലെ ഗ്രാമിന് 95 രൂപ കൂടി. 11:30 ഗ്രാമിന് പിന്നെയും 100 രൂപ കൂടി.
അന്താരാഷ്ട്ര വിപണിയിൽ വില പുതിയ ഉയരത്തിലേക്ക് കുതിച്ചതോടെ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില മൂന്നാമതും കൂട്ടി. 200 രൂപയാണ് ഗ്രാമിന് ഒടുവിൽ കൂട്ടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,800 രൂപയും പവന് 1,10,400 രൂപയുമായി. ട്രംപിന്റെ വ്യാപാര നയത്തിലെ അസ്ഥിരത, ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള നീക്കമടക്കം അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലെ അരക്ഷിതാവസ്ഥ, ഒപ്പം ഇനിയും വില കൂടുമെന്ന് കരുതി നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് ഈ കുതിപ്പിന് കാരണം. സ്വർണ്ണവില കൂട്ടുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിപണിയെയും ബാധിച്ചു. ഓഹരി സൂചികകൾ 3 മാസത്തിനിടെയുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. BSE ഓഹരി സൂചികയായ സെൻസെക്സ് ഇന്ന് 1000 പോയിന്റിലേറെ ഇടിഞ്ഞു. നിഫ്റ്റി 50യും 1.38% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെ രൂപ ഇന്നും ഒരു ഘട്ടത്തിൽ 91 എന്ന നിലവാരം ഭേദിച്ചു. ഡോളർ വിറ്റഴിച്ച് റിസർവ് ബാങ്ക് ശക്തമായ ഇടപെടൽ നടത്തുന്നത് കാരണമാണ് വീഴ്ചയുടെ ആഘാതം ഒരു പരിധിവരെ കുറഞ്ഞത്. 24 മുംബൈ. വിജയ് നായകനായ ജനനായകന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് കേസ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. തീയതി പറയാതെയാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കൗണ്ടർ അഫിഡവിറ്റിന് സമയം അനുവദിച്ചില്ലെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കോടതിയിൽ ആവർത്തിച്ചു. ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ട CBFC ചെയർപേഴ്സന്റെ ഉത്തരവ് നിർമ്മാതാക്കൾ ചോദ്യം ചെയ്തില്ലെന്നും സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചു. തീരുമാനം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടുവെന്ന സെൻസർ ബോർഡിന്റെ അറിയിപ്പ് മാത്രമാണ് ലഭിച്ചതെന്നും ചെയർപേഴ്സന്റെ ഉത്തരവ് ഇതുവരെ ലഭിച്ചില്ലെന്നും KVN പ്രൊഡക്ഷൻസ് കോടതിയെ അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് നാടകീയ രംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ RN രവി ഇറങ്ങിപ്പോയി. ദേശീയഗാനം വീണ്ടും അപമാനിക്കപ്പെട്ടെന്നാണ് തമിഴ്നാട് ലോക്ഭവന്റെ പ്രതികരണം. സഭയെ ഗവർണർ അവഹേളിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിലും ഗവർണർ RN രവി പതിവ് തെറ്റിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപേ സഭ വിട്ടിറങ്ങി. തമിഴ് തായ്വാഴ്ത്തിനു ശേഷം ദേശീയഗാനം ആലപിക്കാത്തതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സഭ തുടങ്ങുമ്പോൾ തമിഴ് തായ്വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനവും ആലപിക്കുന്നതാണ് തമിഴ്നാട് നിയമസഭയിലെ പതിവ്. ഗവർണർ സഭയെ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ സഭ വിട്ടിറങ്ങിയതിന് 13 കാരണങ്ങൾ നിരത്തി ലോക്ഭവൻ. ഗവർണറുടെ മൈക്ക് തുടർച്ചയായി ഓഫായി. പ്രസംഗത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങളുണ്ടായി. ജനങ്ങൾ നേരിടുന്ന പല പ്രധാന പ്രശ്നങ്ങളും നയപ്രഖ്യാപനത്തിലില്ല. 12 ലക്ഷം കോടി നിക്ഷേപം ആകർഷിച്ചു എന്ന സർക്കാർ വാദം ശരിയല്ല. സ്ത്രീകൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും ലോക്ഭവൻ പ്രസ്താവനയിൽ ആരോപിച്ചു. 24 ചെന്നൈ. ലേറ്റ് എഡിഷനിലേക്ക് തിരികെ. അസമിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. ആദിവാസി വിഭാഗത്തിൽ ഉള്ളവരുടെ നേരെ ബോഡോ വിഭാഗക്കാർ വാഹനം ഓടിച്ച് കയറ്റിയതാണ് സംഘർഷങ്ങളുടെ തുടക്കം. വാഹനാപകടത്തിൽ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. കാർ ഓടിച്ചിരുന്നയാളെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതായും റിപ്പോർട്ടുണ്ട്. അക്രമികൾ കരികാവ് പോലീസ് ഔട്ട് പോസ്റ്റ് ഉപരോധിച്ചു. വീടുകൾക്കും ഓഫീസുകൾക്കും തീയിട്ടു. സംഘർഷം കലാപമായി മാറിയതിനെ തുടർന്ന് 2 ജില്ലകളിലെയും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഇന്ത്യയുടെ അവസാനവട്ട ലോകകപ്പ് ഒരുക്കങ്ങളുടേത് കൂടിയാണ്. തിരുകിക്കയറ്റലുകളും തലതിരിഞ്ഞ പരീക്ഷണങ്ങളും 8 നിലയിൽ പൊട്ടിയതോടെ തിരിച്ചറിവ് വന്ന BCCI 2020 ലോക കിരീടം നിലനിർത്താൻ ആരാധകരൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി മികച്ച പ്ലേയിങ് 11 കണ്ടെത്താനും കുറ്റങ്ങളും കുറവുകളുമെല്ലാം പരിഹരിക്കുന്നതിനുള്ള സമയം. അതിനുള്ള അവസാന അവസരമാണ് ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര. ചരിത്രത്തിൽ ആദ്യമായി കിവീസിനെതിരെ സ്വന്തം നാട്ടിൽ ഏകദിന പരമ്പര കൂടി കൈവിട്ട സാഹചര്യത്തിൽ സീരീസ് ജയിക്കേണ്ടത് സൂര്യകുമാർ യാദവിനും സംഘത്തിനും അനിവാര്യം. ശുഭമാൻ ഗില്ലിനെ ഒഴിവാക്കി അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടായി സഞ്ജു സാംസണെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് വീണ്ടും പഴയ പോലെ ഡബിൾ സ്ട്രോങ് ആയി. ഫോം വീണ്ടെടുക്കാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഇത് അവസാന അവസരം. തിലക് വർമ്മയ്ക്ക് പരിക്കുമൂലം ആദ്യ 3 മത്സരം നഷ്ടമാകുമെന്നതിനാൽ പകരമെത്തിയ ശ്രേയസ് അയ്യരും കിട്ടിയ അവസരം മുതലെടുക്കാൻ നോക്കും. ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഇഷാൻ കിഷനും റിങ്കു സിംഗും പ്ലേയിങ് 11 ഇടത്തിനായി പൊരുതും. ഇന്ത്യയുടെ മാച്ച് വിന്നർമാരായ ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള സമയം കൂടിയാണിത്. അതേസമയം ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ 2020 പരമ്പരയും പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മിച്ചൽ സാന്റ്നറും സംഘവും. ഏകദിന പരമ്പരയിലെ ഹീറോ ഡാരിൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ്, രജിൻ രവീന്ദ്ര, ലോക്കി ഫെർഗൂസൺ തുടങ്ങി കിടിലൻ സംഘമാണ് കിവീസിന്റേത്. വിദർഭയിൽ തുടങ്ങുന്ന പരമ്പരയിലെ അവസാന മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. സ്പോർട്സ് ഡെസ്ക് 24. ലിറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം.